കോഴിക്കോട്ടേക്ക് പോവാണ് കേട്ടോ. ഞങ്ങളെ മിഠായി തെരുവിൽ വന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഇതെവിടെയാ സ്ഥലം? ആലപ്പുഴയായി കേട്ടോ. അങ്ങനെ വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ ചായ വേണോന്ന്, അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോകണം. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഉമ്മ നമ്മുടെ പാൽപ്പുഞ്ചിരി വെക്ക്. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊന്ന് കാലിക്കറ്റ് വരെ പോവാണ് കേട്ടോ. ഉപ്പയും ഉമ്മയും ആണെങ്കിൽ ഇതുവരെ കോഴിക്കോട് പോയിട്ടില്ല, വടക്കൻ കോഴിക്കോട്. അപ്പോൾ കഴിഞ്ഞ അവിടെ വന്നപ്പോഴും ഉമ്മാക്കാണെങ്കിൽ വരാൻ പറ്റിയില്ല എൻ്റെ കൂടെ. ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഉമ്മാക്കൊന്ന് അവിടെ വരെ പോകണം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് വരെ പോവാണ് കേട്ടോ. അങ്ങനെ ഒരു 3 മണിയാകുമ്പോഴത്തേനും വണ്ടി വരും. ഞാനങ്ങനെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുവാണ്. ഷെഫി അപ്പൂസും എല്ലാം വെള്ളിയാഴ്ചയല്ലേ പള്ളി പോയിക്കോട്ടോ. അപ്പം ഞങ്ങൾ തുണി പാക്ക് ചെയ്യുവാണേ. അബ്ദുള്ള, അപ്പം ഞാൻ പാക്ക് ചെയ്യട്ടെ. 2 ദിവസത്തേക്കുള്ള യാത്ര കേട്ടോ, കോഴിക്കോട്. അങ്ങനെ തുണികളെല്ലാം ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞങ്ങളുടെ 3 പേരുടെയും ഡ്രസ്സ് ഞാൻ ഒരുമിച്ച് ഒറ്റ സൂട്ട് കേസിലാക്കി കേട്ടോ, ചെറിയൊരു സൂട്ട് കേസിൽ. ഇതാകുമ്പോൾ നമുക്ക് സൂട്ട് കേസ് ആകുമ്പോഴേ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ തേച്ച് വെച്ചിരിക്കുന്ന ഡ്രസ്സ് ബാഗിലാകുമ്പോൾ ചുളുക്ക് വരും. അപ്പം എല്ലാം എടുത്ത് വെക്കുവാണ്. അങ്ങനെ നിങ്ങൾക്ക് കോഴിക്കോട്ടൊക്കെ കാലിക്കറ്റ് നമ്മളെവിടെ പോവാ? അപ്പൂസിന്റെ പാൻറ് എടുത്ത് വെച്ചില്ലായിരുന്നു. അപ്പോൾ നമുക്ക് കാലിക്കട്ടെ വിശേഷങ്ങൾ കാണാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കോട് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ കൈ കൊണ്ടുവന്ന വേറൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ടൊക്കെ എൻ്റെ സ്പ്രേയും പേസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് എടുത്ത് വെക്കട്ടെ. എന്നിട്ട് ചോറുണ്ണണം. വണ്ടി വേഗം വരും, റെഡി ആയിട്ടില്ലെങ്കിലേ. അപ്പോൾ ഞാനൊന്ന് വേഗം ഒതുക്കട്ടെ. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോവാണ് കേട്ടോ. ഇറങ്ങാൻ നേരമായപ്പം ചെറിയൊരു മഴ. അങ്ങനെ ഞങ്ങളെല്ലാം എന്താ വണ്ടിയിൽ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാൻ വെച്ചു. ബാഗെല്ലാം വണ്ടി കൊണ്ട് വെച്ചോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങുവാണ്. രാത്രിയോടെ പറഞ്ഞു കേട്ടാ ഇങ്ങോട്ട് ഇറങ്ങുക. പക്ഷെ അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഇടുന്നതായിരിക്കും. ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. നമ്മുടെ പാൽപ്പുഞ്ചിരി വെക്ക്. ഉമ്മയ്ക്കുള്ള നമ്മളെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് കോഴിക്കോട് കാണണമെന്ന് കേട്ടോ. നമ്മളൊരു പിന്നെ എത്ര മണിയായി ഇപ്പൊ? 3:30 3:30 മണിയായി. 3:15. എത്ര മണിയാകുമെന്ന് അറിയത്തില്ല. അങ്ങ് എത്തുമ്പോ എല്ലാരും ഹാപ്പി. പാപ്പായെ കണ്ടില്ലല്ലോ. പാപ്പാ ഇതാണ് നമ്മുടെ ഡ്രൈവർ. ഒന്ന് നോക്കോ. ഇത് നമ്മുടെ ഫ്രണ്ട് ത്രൂ ഉള്ളതാണ് കേട്ടോ. നമ്മളന്ന് ഹൗസ് ബോട്ടിലൊക്കെ പോയില്ലേ, അപ്പൊ അവരാണ് നമുക്ക് ഈ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തന്നത്. നദീർ അല്ലേ? ട്രീം വേ, നദീർ ട്രീം വേ കേട്ടോ. അപ്പൊ ഞങ്ങൾ പോവാണ്. ഞങ്ങളെങ്ങനെ ഇതെവിടെയാ സ്ഥലം? ആലപ്പുഴയായി കേട്ടോ. അങ്ങനെ വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ ചായ വേണോന്ന്, അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് വേണ്ട കേട്ടാ, അവർക്ക് ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അബ്ദുള്ള കൂടെ വാ, ചായ കുടിക്കാൻ വേണ്ടി പോവാ. ഇറങ്ങിയോ? പോലീസ് എത്തിയാ? പൊട്ടിക്കണ പിന്നെ പൊട്ടിക്കാം. ആ ഷെഫി ബാക്കിലായിരുന്നു കേട്ടോ. ഷെഫി ഇറങ്ങി വരുന്നതേ ഉള്ളൂ. അതിനെ കൂടെ ചെമ്പിറങ്ങി ഇറങ്ങി. അങ്ങോട്ടൊന്ന് പോവാവേ. ആഹാ ചായ. ഫാത്തിമ ചായ വേണ്ടേ? ചായ കൊള്ളാവാ? കഴിക്കാൻ വേണോ? റോഡിലൊക്കെ ചെടിയായി പോയിട്ടോ. കഴിച്ചോ ഫാത്തിമ? ഉമ്മ കഴിച്ചോ? 2 പരീക്ഷ കഴിച്ചോ? ഫാത്തിമ കഴിച്ചോ? അപ്പൂസേ കൊള്ളാവോ? അപ്പാ ഞങ്ങൾ തിരിച്ച് വീണ്ടും വണ്ടിയിലോട്ട് കയറുവാണ് കേട്ടോ. മഴ പെയ്യുന്നുണ്ട്. ഇത്രയും ദിവസം മഴയില്ലായിരുന്നു, ഇന്ന് മഴ പെയ്യുന്നു. അബ്ദുള്ള കയറുവാ. ഞങ്ങളിപ്പോ ഉണ്ടല്ലോ തൃശ്ശൂര് കൊടുങ്ങല്ലൂർ ആയതേ ഉള്ളൂ. എത്ര മണിയായി ഷെഫി? 9 മണി അടുപ്പിച്ചായി. 8:46 സൈഡിൽ കാണാം. 8:46 അങ്ങനെ വിശക്കുന്ന്
അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയത് ഇപ്പോഴും തൃശ്ശൂരായിട്ടേ ഉള്ളൂ. ഇനി കിടക്കുമല്ലേ, ഇനി കിടക്കും മലപ്പുറം കോഴിക്കോട്. മലപ്പുറം ഇച്ചിരി വലുതുവാ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അബ്ദുള്ള അപ്പം ഉമ്മായി ഓൾറെഡി റെസ്റ്റോറൻറ്റിലോട്ട് പോയി കേട്ടോ. കാരണം ബാത്റൂമിൽ പോകണം, എത്ര നേരം ലോങ് യാത്രയായിരുന്നു. അപ്പം നമുക്ക് അകത്തോട്ട് പോവാവേ. അങ്ങനെ റെസ്റ്റോറൻറ്റിലോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അറബിക് ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയത്. കാരണം നമുക്ക് കുബൂസും ഗ്രില്ലഡ് ചിക്കനും ആയിരുന്നു വേണ്ടത് കേട്ടോ. അങ്ങനെ അതായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ ലെമൺ ജ്യൂസും ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അബ്ദുള്ളയ്ക്കാണെങ്കിൽ ഗ്രില്ലഡ് നോർമലായിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷേ ആ നോർമലാണെങ്കിലുണ്ടല്ലോ നല്ല സ്പൈസി ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ സ്പൈസി ചിക്കൻ അതിൽ ഓവർ സ്പൈസിയും കേട്ടോ. സത്യത്തിൽ നാട്ടിൽ എരിവെന്ന് പറയുന്നുണ്ടല്ലോ, കണ്ണിൽ കൂടെ മൂക്കിൽ കൂടെ ഒക്കെ ഭയങ്കര വെള്ളം ചാട്ടമായിരുന്നു. അബ്ദുള്ളയ്ക്കാണെങ്കിൽ ഒരു ഇച്ചിരി ചിക്കൻ കഴിച്ചപ്പോഴത്തേനും അബ്ദുള്ള ആണെങ്കിൽ കരച്ചിൽ തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ കുബൂസും മയണീസും മാത്രമാണ് അവന് കൊടുത്തത്. അങ്ങനെ ബാക്കി ചിക്കൻ ഞാൻ കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വെള്ളം ഒരുപാട് കുടിച്ചില്ല കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു കാറിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ടോയ്ലറ്റ് പോകുന്ന ഭയങ്കര പ്രശ്നമാണ്. ട്രെയിനാണെങ്കിൽ കുഴപ്പമില്ല, കാരണം അല്ലെങ്കിൽ പള്ളി സ്ഥലങ്ങളൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ടാണെങ്കിൽ വെള്ളം ഓവറായിട്ട് കുടിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഒരു പേടിയാട്ടോ. അങ്ങനെ ലൈറ്റായിട്ടേ വെള്ളമൊക്കെ കുടിച്ചോളൂ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതിൻ്റെ ബാക്കി പോർഷൻ ഞാനാണെങ്കിൽ ഹോട്ടലിൽ ചെന്നിട്ടാണ് എടുത്തത് കേട്ടോ. കാരണം എൻ്റെ ഫോണാണെങ്കിൽ ഓഫായിപ്പോയി, ചാർജ് ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വണ്ടിയിലോട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ കോഴിക്കോട് വന്നു കേട്ടോ. 2 മണിയായി ഞങ്ങൾ കോഴിക്കോട് വന്നപ്പം. എല്ലാവരും ക്ഷീണം കൊണ്ട് കിടക്കുവാണ്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ രാവിലെ പറയാം കേട്ടോ. നല്ല ടയേർഡാണ്. അപ്പം അബ്ദുള്ള നല്ല കരച്ചിലുണ്ട് കേട്ടോ, ഭയങ്കര ട്രബിൾ അബ്ദുള്ള. അപ്പോൾ ഞാൻ അബ്ദുള്ളയെ ഉറക്കിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം നാളെ കാണാം കേട്ടോ. ബാക്കി വിശേഷങ്ങളുമായിട്ടെ. ഞങ്ങളങ്ങനെ രാവിലെ റെഡിയായി. ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ റൂം എടുത്തത് കേട്ടോ. ഫ്രണ്ടിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് പോയത് കേട്ടോ. അപ്പവും കടലക്കറിയും പൊറോട്ടയൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തത്. ചായയൊക്കെ ഉണ്ട്. കോഴിക്കോടൊക്കെ ആണെങ്കിൽ പ്രത്യേകം എന്ത് നല്ല ടേസ്റ്റാണെന്നറിയാം ഫുഡിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കോട് കേട്ടോ. ഫുഡെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും ലോങ് യാത്ര ചെയ്തിട്ട് ഉമ്മാക്കാണെങ്കിൽ കുഴഞ്ഞു പോയി കേട്ടോ. ഉമ്മ ആണെങ്കിൽ സത്യത്തിൽ കോഴിക്കോട് കാണുമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇത്രയും ലോങ് യാത്ര വന്നപ്പോഴത്തേനും ഉമ്മാക്കാണെങ്കിൽ ഈ കാലിന് ഭയങ്കര വേദന, ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഉമ്മാക്കാണെങ്കിൽ തിരിച്ച് പോകണം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു അവിടെ വരെ വന്നേല്ലേ, നമുക്ക് മിഠായി തെരുവും കടൽ ബീച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് കോഴിക്കോട് ബീച്ചൊക്കെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് മിഠായി തെരുവിലോട്ടാണ്. കൂടുതലും ഞാൻ ഒരുപാട് സ്ഥലങ്ങളൊന്നും പോയില്ല കേട്ടോ. ഞങ്ങളെ മിഠായി തെരുവിൽ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മിഠായി തെരുവിൽ വന്ന് മിഠായി തെരുവെല്ലാം ഒന്ന് കണ്ട് ചുറ്റി അടിച്ചിട്ട് വരാം. അബ്ദുള്ളയാണെങ്കിൽ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡ് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, ചായ ആണെങ്കിൽ എൻ്റെ പർദ്ദയിലാണെങ്കിൽ കമഴ്ത്തി കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് പിന്നെ വീണ്ടും ഞങ്ങൾ യാത്ര പുറപ്പെട്ട കേട്ടോ. പിന്നെ നമ്മൾ മിഠായി തെരുവിലാണ് പോയത്. അവിടെ ആണെങ്കിൽ കുറേ മിഠായി തെരുവിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ, കുറേ പർച്ചേസ് ചെയ്ത് കേട്ടോ. ഉമ്മാക്കാണെങ്കിൽ ഒരു ചെരുപ്പ് വാങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെരുപ്പ് വാങ്ങി. അതിനുശേഷം നാത്തൂന് ഫാത്തി കേട്ടോ. ഫാത്തിക്കും കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനും വാങ്ങിച്ച്. അപ്പൂസാണെങ്കിൽ ഫുള്ള് കറക്കുമായിരുന്നു കേട്ടോ. അപ്പൂസിനാണെങ്കിൽ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയിട്ട് കുറേ ഷൂവും അതുപോലെ പാൻറ്റും ഷർട്ടും ഒക്കെ എടുത്തു കേട്ടോ, ടീഷർട്ടും ഒക്കെ. അങ്ങനെ എല്ലാം വാങ്ങിച്ച്. പിന്നെ സ്വീറ്റൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. സ്വീറ്റ് സത്യത്തിൽ മറന്നുപോയി വാങ്ങിക്കാൻ. കാരണം കുറേ നമുക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ച് പോകണമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഉമ്മാക്കാണെങ്കിൽ കാലുവേദനയായതുകൊണ്ട് ഒരുപാട് നിൽക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചേ കറങ്ങിയുള്ളൂ കേട്ടോ. അന്നേരം പിന്നെ നമുക്ക് അടുത്ത കോഴിക്കോട് ബീച്ചിലും കൂടെ പോകണമായിരുന്നു. അതുകൊണ്ടാണെങ്കിലും സ്വീറ്റിൻ്റെ ആ ഭാഗത്തോട്ടൊന്നും പോയില്ല. ഡ്രസ്സ് എടുത്ത് ഓരോന്നോരോന്ന് വാങ്ങി വന്നപ്പോഴത്തേനും ഒരു നേരമായിട്ടോ. ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിച്ചില്ല എല്ലാവരും. പിന്നെ കാരണം നമ്മളവിടെ സാധനം വാങ്ങിക്കൊണ്ടുണ്ടല്ലോ, സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ നമ്മളൊരു ബേക്കറിയിൽ കയറിയിട്ട് നമ്മൾ ജ്യൂസും പപ്സും ആയിരുന്നു കഴിച്ചത് കേട്ടോ. ഉച്ചയ്ക്ക് പിന്നെ അതാണ് കഴിച്ചത്. പിന്നെ അതിനുശേഷം നമുക്ക് ബീച്ചിലോട്ട് പോകണമായിരുന്നല്ലോ, അതുകൊണ്ടാണ്. പിന്നെ എനിക്കൊരു 2-3 ഷാളൊക്കെ വാങ്ങിയായിരുന്നു എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി. ഷാളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ 2-3 ചേച്ചിമാരുണ്ട് അവിടെ. അപ്പോൾ അവർക്ക് നൈറ്റി വാങ്ങണമായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടി. കാരണം അവരൊക്കെ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എനിക്ക് നൈറ്റിയൊക്കെ കൊണ്ട് തരുന്നതാണേ. അപ്പോൾ അവർക്ക് കൊണ്ട് കൊടുക്കണമായിരുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഒരു ചേച്ചിയൊക്കെ എനിക്ക് നൈറ്റിയൊക്കെ കൊണ്ട് തന്നത്. അപ്പോൾ അവരിക്കൊക്കെ കൊടുക്കണമായിരുന്നു. അങ്ങനെ
അവർക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബേക്കറിയിൽ നിന്നായിരുന്നു നമ്മൾ ചായയും പപ്സൊക്കെ കഴിച്ചു. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങാൻ നേരത്ത് വാപ്പ പറഞ്ഞു വാപ്പാക്ക് ഒരു ചെരുപ്പ് വാങ്ങണമെന്ന് പറഞ്ഞു. കാരണം വാപ്പായും കുറേ നടന്നതുകൊണ്ട് വാപ്പാക്കും കാലുവേദന അങ്ങ് തുടങ്ങി. അങ്ങനെ പിന്നെ വാപ്പാക്ക് ഒരു ചെരുപ്പൊക്കെ വാങ്ങിച്ച് അടുത്ത പിന്നെ ഞങ്ങൾ ബീച്ചിലോട്ട് പോവാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അവിടെ ചെന്നപ്പം വീഡിയോസ് നമ്മൾ ഈ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ ചാർജ് പെട്ടെന്ന് തീരും കേട്ടോ. അതുകൊണ്ട് കുറേ പോർഷനൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഇടയ്ക്ക് ചാർജ് ചെയ്യും. വണ്ടിയിലാണെങ്കിൽ വയറുമില്ല. ഇടയ്ക്ക് അങ്ങനെ ആരെങ്കിലും റൂമിൽ പോയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഒന്ന് ചാർജ് ചെയ്യും. പിന്നെ ബാക്ക് ടു നോർമലാണ് കേട്ടോ. വീഡിയോ എടുക്കുമ്പോഴത്തേന് ചാർജ് അങ്ങ് പോകും. അങ്ങനെ ഏകദേശമൊക്കെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തി കേട്ടോ. ഇനിയിപ്പോൾ കോഴിക്കോട് ബീച്ചും കണ്ടിട്ട് നമ്മളങ്ങ് പോവാണ്. 2-3 ദിവസത്തേക്കെന്ന് പറഞ്ഞാൽ വന്നത്. പക്ഷേ മാക്സിമം ഒരു ദിവസമേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മൾ അന്ന് വൈകിട്ട് തന്നെ തിരിക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ ഉമ്മാക്ക് സുഖമില്ല, കാലിന് തീരെ വയ്യപ്പോൾ ഇത്രയും ലോങ് കൂടെ ചെയ്തപ്പോൾ തന്നെ വേദന അങ്ങ് കൂടി. അങ്ങനെ ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര പിണക്കമായിരുന്നു കേട്ടോ. ഞങ്ങൾ പറഞ്ഞു കുറച്ചുകൂടെ നിൽക്കണമെന്നും പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കോടും അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. പക്ഷേ ഉമ്മാക്കാണെങ്കിൽ തീരെ വയ്യ. അങ്ങനെയാണ് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ കുറച്ചൊന്ന് കറങ്ങി. അവിടെ ഉപ്പിലിട്ടൊക്കെ എന്തോരം ഉണ്ടെന്ന് അറിയാമോ. അങ്ങനെ എനിക്കാണെങ്കിൽ ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അത് കുറേ കഴിച്ച് ഞാൻ. അതിനുശേഷം കുറച്ച് നേരം വെള്ളത്തിലിറങ്ങി കടൽ അവിടെ വരെ വന്നിട്ട് കാല് നനയ്ക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെയൊക്കെ കാല് നനച്ച് അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോയും റീൽസും ഒക്കെ എടുത്ത് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ അന്നേരം തന്നെ നമ്മൾ തിരിക്കുവാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലെന്ന്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്കൊന്നും വീഡിയോസ് എനിക്ക് നിങ്ങളെ ഇതിനകത്ത് കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഫുള്ള് ചാർജില്ല. ആരുടെയും ഫോണിൽ ചാർജില്ല. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്കാണെങ്കിൽ പിന്നെ തൃശ്ശൂർ ഒരു ഭാഗത്ത് ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ കയറി കേട്ടോ. അങ്ങനെ ഡിന്നർ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ഇങ്ങ് വീട്ടിലോട്ട് വരുവാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും വണ്ടിയിൽ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നപ്പം 5 മണിയായി. അബ്ദുള്ളയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇത്രയും ലോങ് യാത്ര ചെയ്തത്. ഇനി അടുത്ത് എവിടെ പോകണോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഞങ്ങളുടെ കോഴിക്കോട് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ 5 മണിയായി എത്തിയപ്പോ അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? വാപ്പാ യാത്രയൊക്കെ എങ്ങോട്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? കുറച്ചുകൂടെ കറങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഉമ്മാക്ക് കാലുവേദന ആയതുകൊണ്ട് ഞങ്ങൾ വേഗം ഇങ്ങ് വന്ന് കൂടുതൽ കറങ്ങിയില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും പുതിയ വീഡിയോ കാണുന്നവരെല്ലാവരോടും യാത്ര അൽഹംദുലില്ലാഹ് ഹെയർ ആയിരുന്നു. ടാറ്റാ.